നിന്റെ ജീവിതം തമ്പുരാന്റെ മുമ്പിൽ എളിമയോടെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു ആഗ്രഹം കൂടി ഈശോയോട് പറ. തമ്പുരാനെ, ഈ ജീവിതത്തിൽ നിന്നും നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷകയാക്കി എന്നെയും നീ തിരഞ്ഞെടുക്കാൻ പറ. ദൈവരാജ്യത്തിന്റെ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കാൻ തമ്പുരാനെ നീ എന്നെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ, അല്ലെങ്കിൽ കർത്താവിനെ പ്രതി ചെയ്യുന്ന ശുശ്രൂഷകൾ. കർത്താവിന് വേണ്ടിയും കർത്താവിനെ പ്രതിയും ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യാൻ തമ്പുരാനെ എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് നീ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുക. വൻകാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ശുശ്രൂഷാ ജീവിതം ഇരിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്. ലോകമറിയപ്പെടുന്ന ഏതെങ്കിലും ശുശ്രൂഷകൾ ചെയ്യുന്നതിലല്ല ശുശ്രൂഷാ ജീവിതം ഇരിക്കുന്നത്. മറിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി പറയുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ, ഈശോയോടുള്ള വലിയ സ്നേഹത്തോടെ, തീവ്രമായ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണ് ശുശ്രൂഷാ ജീവിതം ഇരിക്കുന്നത്, യഥാർത്ഥ സ്നേഹം ഇരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ സഹനത്തിന്റെ തീച്ചൂളയില് രോഗിയായി കിടക്കുമ്പോ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ സഹനത്തെ സമർപ്പിച്ചു. ലോകം നോക്കുമ്പോൾ വലിയ ശുശ്രൂഷയൊന്നുമില്ല. പക്ഷേ തന്റെ അനുദിന ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളെയും അനേകം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ അത് ദൈവരാജ്യത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ കണ്ണുകളിൽ വലിയ ശുശ്രൂഷയാണ്. അതുകൊണ്ടാണല്ലോ സ്വർഗം ആ ശുശ്രൂഷയെ മാനിച്ചതും ഇന്നും മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ശുശ്രൂഷയുടെ വലിപ്പമോ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിന്റെ വലിപ്പമോ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് ഞാൻ ആർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു, അവനാണ് വലിയവൻ. ഞാൻ ആർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുവോ അവൻ വലിയവനാണ്, അവൻ ദൈവമാണ്. തമ്പുരാൻ എന്നെ ശുശ്രൂഷയ്ക്കായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ വലിപ്പം. ശുശ്രൂഷയുടെ വലിപ്പമല്ല, ശുശ്രൂഷകൾക്കായി നമ്മളെ തെരഞ്ഞെടുത്തവന്റെ വലിപ്പമാണ് ഈ ശുശ്രൂഷയുടെ വലിപ്പം. തമ്പുരാനെ, ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട്, ഞങ്ങളുടെ അധ്വാനം കൊണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട്, ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് എല്ലാം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാക്കി ഞങ്ങളെ മാറ്റണമേ. ആ ശുശ്രൂഷ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം തരണമെന്ന് പ്രാർത്ഥിക്കുക. ആനന്ദത്തോടെ, സങ്കീർത്തകൻ പറഞ്ഞ പോലെ സന്തോഷത്തോടെ തമ്പുരാന് ശുശ്രൂഷ ചെയ്യുവാൻ. വ്യക്തിപരമായ അസ്വസ്ഥതകളും വേദനകളും സങ്കടങ്ങളും സംഘർഷങ്ങളും നൊമ്പരങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളും തള്ളിക്കളയുന്ന അനുഭവങ്ങളും ഒക്കെ നടുവിലും ആനന്ദത്തോടെ എൻ്റെ തമ്പുരാന് വേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തോടെ, ഒരു ആനന്ദത്തോടെ ശുശ്രൂഷ ചെയ്യാൻ കൃപ തരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പക്ഷേ എന്നെ ശ്രവിക്കുന്ന ചിലരെങ്കിലും ഇന്നലകളിൽ ശുശ്രൂഷകരായിരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷകര് ആയ ജീവിതം ഇങ്ങനെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ശുശ്രൂഷ ജീവിതത്തിൽ തന്നെ പല മുറിവുകളും ഏറ്റെടുക്കേണ്ടി വന്നവരായിരിക്കും. ആ മുറിവുകളൊക്കെ നീ കർത്താവിന്റെ മുറിവിനോടൊന്ന് ചേർത്ത് വെച്ച്, നിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ നീ ഏറ്റെടുക്കേണ്ടി വന്ന ചില കളിയാക്കലുകളുണ്ടല്ലോ, പരിഹാസങ്ങളുണ്ടല്ലോ, ചില കുറ്റപ്പെടുത്തലുകളുണ്ടല്ലോ, ചില തെറ്റിദ്ധാരണകളുടെ അനുഭവങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടില്ലേ? മോനെ, അത് കർത്താവിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുക. നീ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെയല്ലേ? സഹനങ്ങളില്ലാതിരുന്ന ഒരു കർത്താവിനെ അല്ലല്ലോ നീ ശുശ്രൂഷിക്കാൻ തെരഞ്ഞെടുത്തത്. വേദനകളില്ലാത്തൊരുവന്റെ പിന്നാലെ പിഞ്ചെല്ലാനല്ലോ നീ തീരുമാനമെടുത്തത്. സഹനങ്ങളുടെ പാരമ്യത്തിലും വേദനകളുടെ നെറുകയിലും സങ്കടങ്ങളുടെ തീരാദുഃഖങ്ങളുടെ ഒറ്റപ്പെടലിന്റെ തിരസ്കരണങ്ങളുടെ ഒക്കെ നടുവിലും പിതാവ് ഏൽപ്പിച്ച ദൗത്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്ത ക്രിസ്തുവിനെയല്ലേ നമ്മൾ പിഞ്ചെല്ലുന്നേ? ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം.
തമ്പുരാൻ ഇന്നലകളിൽ ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇന്ന് ശുശ്രൂഷ ജീവിതം അപ്പാടെ അവസാനിപ്പിച്ച മക്കളുണ്ടാകാം. പ്രാർത്ഥനയില്ല, ദൈവത്തോടൊരു ബന്ധവുമില്ല, ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ല. അതുപോലെ പൂർണ്ണമായും ഈ ശുശ്രൂഷ ജീവിതം അകന്നുപോയ മക്കളുണ്ടാകാം. തമ്പുരാൻ അവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഒരിക്കൽ സത്യത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ ആ പാപങ്ങൾക്ക് പരിഹാരമായി ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അങ്ങ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. തമ്പുരാനെ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സുവിശേഷത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ട് വചനത്തിന്റെ ശക്തി മനസ്സിലാക്കുകയും നിത്യജീവനെ കുറിച്ചുള്ള ബോധ്യം കിട്ടുകയും ചെയ്തിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ അവരെ പുനരാനയിക്കുക അസാധ്യമാണെന്നാണല്ലോ വചനം പഠിപ്പിക്കുക. തമ്പുരാൻ, അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ജീവിതത്തിന്റെ മുറിവുകൾ കാരണം ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടി വന്ന മക്കള്, കർത്താവിനോടുള്ള സ്നേഹത്തെക്കാളപ്പുറം സ്വയം സ്നേഹം ഇങ്ങനെ പരിപോഷിപ്പിച്ചതിന്റെ പേരിൽ മുറിവേറ്റവരായി കഴിയുന്ന ശുശ്രൂഷകരെ തമ്പുരാനെ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുന്നു. സ്നേഹത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും എവിടെയാണ് വ്യതിചലിച്ചു പോയതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോടുള്ള സ്നേഹത്തെ വീണ്ടും പുനരാരംഭിക്കാൻ, പുനരൈക്യത്തിലേക്ക് കൊണ്ടുവരാൻ തമ്പുരാനെ ശുശ്രൂഷകരെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ടാകാം. ആ ശുശ്രൂഷാലയത്തിൽ നിന്നും ശുശ്രൂഷ ഇടങ്ങളിൽ നിന്നൊക്കെ മുറിവുകളും വേദനകളൊക്കെ ഏറ്റെടുത്ത് കടന്നു പോകുന്നവരുണ്ടാകാം. നിങ്ങളുടെ വേദനകളെ കർത്താവിന്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കുക. വേറെ ആരെയും നോക്കേണ്ടതല്ല നിന്റെ ശുശ്രൂഷയിൽ. നീ നിന്റെ ശുശ്രൂഷകളിൽ സന്തോഷത്തോടെ വ്യാപരിക്കുക. കർത്താവിന്റെ മുഖം കണ്ട് തമ്പുരാന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്നോണം നീ ശുശ്രൂഷ ചെയ്യും. ഇനി ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. മക്കളെ, തമ്പുരാന് വേണ്ടി മാത്രം, തമ്പുരാൻ തരുന്ന പ്രതിഫലത്തിലേക്ക് മാത്രം ഉറ്റുനോക്കിയിട്ട് ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കാവൂ. മനുഷ്യന്റെ അംഗീകാരമോ മനുഷ്യന്റെ പ്രശംസയോ മനുഷ്യന്റെ കയ്യടിയോ കരുതലോ ഒന്നും ഈ ശുശ്രൂഷയിൽ നീ സ്വപ്നം കാണരുത്, പ്രതീക്ഷിക്കരുത്. മറിച്ച് സ്വർഗരാജ്യത്തിന്റെ പ്രതിഫലം മാത്രമായിരിക്കട്ടെ നിന്റെ ലക്ഷ്യം. നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്നതാകട്ടെ നിന്റെ ശുശ്രൂഷ. കർത്താവേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ, നിങ്ങളുടെ സംഘർഷങ്ങളെ ഒക്കെ തമ്പുരാന് കൊടുക്കുക. തമ്പുരാൻ നമ്മളെ മാനിക്കുന്ന സമയം, ദൈവം നമ്മളെ മാനിക്കുന്ന സമയം. ദൈവമാണ് നമ്മളെ മാനിക്കേണ്ടതും, മനുഷ്യനല്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നതാണ്. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവന്റെ കാരുണ്യം ശാശ്വതമാണ്. അവന്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണെന്ന് വിശ്വസിക്കുക. പൂർവ്വപിതാക്കന്മാരോട്, പ്രവാചകന്മാരോട്, അപ്പോസ്തലന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ചെങ്കിൽ മോനെ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായി തീർന്ന, ശുശ്രൂഷകയായി തീർന്ന നിന്റെ ജീവിതത്തോടും ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കും. അവിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നോളം ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഒരു വിധത്തിലും ശുശ്രൂഷ ചെയ്യാത്തവരുണ്ടാകും. തമ്പുരാന് വേണ്ടി എല്ലാം സ്വന്തം കാര്യം നടക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് ദൈവത്തെ സമീപിച്ചവരുണ്ടാകും. അത് മാറ്റിവെച്ചിട്ട് എന്ത് എനിക്ക് ദൈവത്തിൽ നിന്നും കിട്ടുമെന്നുള്ള ആലോചന ഉപേക്ഷിച്ചിട്ട് എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ ആരംഭിക്കും. അവിടെയാണ് ശുശ്രൂഷകർ ആരംഭിക്കുന്നത്. ഇന്നോളം ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് അത് മാറ്റിവെച്ചിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. സ്വയം ജീവിതം മുറിച്ചു തന്ന കർത്താവിന് വേണ്ടി എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അങ്ങനെ ഒരു ആഗ്രഹം എടുത്തെ. ആ തീരുമാനം കർത്താവ് ഉറപ്പിക്കട്ടെ. ആ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് തരട്ടെ. മദർ തെരേസ പറഞ്ഞതുപോലെ ഈശോയോടുള്ള സ്നേഹം ഞങ്ങൾ വെറുതെ ഇരുത്തുന്നില്ല. ഈശോയോടുള്ള സ്നേഹം ഞങ്ങളങ്ങോട്ട് ഉത്തേജിപ്പിക്കും, ബലപ്പെടുത്തുകയാണ്. എന്താ, വഴിയോരങ്ങളിൽ ഇങ്ങനെ വ്രണം, ഇങ്ങനെ അതുപോലെ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളിൽ നിന്നും ജീവിതങ്ങളെ കോരിയെടുത്ത് ചേർത്ത് പിടിച്ച് ചുംബിക്കാനുള്ള ഒരു കരുത്ത്, അത് സുവിശേഷത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ ഉത്തേജിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആ പ്രാർത്ഥനയോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു.
ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തകാരുണ്യത്തിലെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളെ നിന്റെ ചെറിയതും വലുതുമായ ശുശ്രൂഷകൾക്കായി മാറ്റി നിർത്തിയ നിന്റെ പരിശുദ്ധ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ കാരുണ്യത്തെ ഓർത്ത്, നീ ഞങ്ങളോട് കാണിക്കുന്ന വലിയ കരുണയെ ഓർത്ത്, ഔദാര്യത്തെ ഓർത്ത് ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടേതായ ആഗ്രഹങ്ങളെയും സ്വകാര്യ ദുഃഖങ്ങളെയും വേദനകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ ചേർത്ത് വയ്ക്കാം. ദൈവം കരുണാമയനാണ്, അവൻ കരുണ കാണിക്കുന്നവനാണ്. അവൻ്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. ആ വിശ്വസ്തനായവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,